കൊറേ നേരമായില്ലേ ശ്യാമേ ഈ ഇരിപ്പ്? ഇതെന്താ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആള് പെട്ടെന്ന് അക്കൗണ്ട്സ് ഒക്കെ നോക്കാൻ തുടങ്ങി? എഴുതി അക്കൗണ്ട്സ് ഒന്ന് നോക്കിയത് എനിക്കിതിൽ അറിവുണ്ടായിട്ടോ പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. ഞാൻ നോക്കിയത് മൊത്തത്തില് ബാങ്ക് ബാലൻസും പ്രോപ്പർട്ടീസും അവയുടെ വിലയും ഒക്കെ അനുസരിച്ച് എനിക്ക് സ്വത്ത് എത്ര ഉണ്ടാവുന്ന. അതെന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു കണക്കെടുക്കുന്നേ? എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കണ്ടേ? പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അതെല്ലാം എന്റെ രാധികമൊക്കെ കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റണ്ടേ? അതിനെന്താ വഴി? രാധികമോളെ ദുഃഖിക്കാൻ ഇടവരരുത്. ഞാൻ എന്തായാലും ഈ സ്വത്ത് മുഴുവൻ അവളുടെ പേരിൽ എഴുതി വെക്കാൻ പോവാ. നിയമപരമായിട്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല. അതെന്താ? ശ്യാമയുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ശ്യാമ ആർക്ക് കൊടുക്കാൻ തയ്യാറാവുന്നോ അയാൾ കൂടി രജിസ്റ്റർ ഓഫീസിൽ വരേണ്ടതല്ലേ? എന്നാലല്ലേ രജിസ്ട്രേഷൻ പൂർണ്ണമാവുള്ളൂ. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് രാധികയെ വിളിച്ചാ താൻ ശ്യാമയുടെ പിൻഗാമിയാണെന്നും ശ്യാമയുടെ മകളാണെന്നും അവള് കണ്ടെത്തില്ലേ? ആ നിമിഷം രാധിക ഈ സ്വത്ത് നിഷേധിച്ചാലോ? എങ്ങനെയൊക്കെ നോക്കിയാലും ശ്യാമയെ രാധിക സ്വന്തം അമ്മയെ അംഗീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം വരെ കാക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് ഒരു വിൽപ്പത്രം തയ്യാറാക്കി അതിൽ സകല സമ്പത്തിന്റെ അവകാശം രാധികയ്ക്കുള്ളതാണെന്ന് എഴുതി വെക്കുക. തൽക്കാലം ഇതൊക്കെയാണ് പ്രാക്ടിക്കൽ ആവുക. ശരി എഴുതി പറഞ്ഞ പോലെ നമുക്ക് പറ്റുമെങ്കിൽ ഒരു വിൽപ്പത്രം തയ്യാറാക്കി വെക്കാം. അത്രയെങ്കിലും ചെയ്തു തീർത്തൊന്നൊരു സമാധാനം കിട്ടുമല്ലോ. എന്തു പറയുന്നു? തീർച്ചയായിട്ടും അത് തന്നെയാ നല്ലത്.